ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഡൽഹി റെഡ് ഫോർട്ട് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡ് ഫോർട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റ് വഴി കടന്ന് കയറി വന്ന് ചെക്കിങ് കഴിഞ്ഞ് കയറി അകത്തേക്ക് കയറി വന്നിട്ട് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന സ്പോട്ട് ഇതാണ്. ആദ്യം വന്ന് കയറുന്നത് ഇവിടെ വന്ന് നമുക്ക് അപ്പം കാണാൻ സാധിക്കും. അതായത് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന ആ ഇതിലെ കയറി മോളിൽ പോയിട്ട് അവിടെയാണ് പ്രധാനമന്ത്രി നിന്ന് ജനങ്ങളോടൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അന്നേ ദിവസം സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഇവിടെ പ്രധാനമന്ത്രി ഇതിലെ വന്ന് ഇതിന്റെ മുകളിൽ കയറി അവിടെ പോയി പതാക ഉയർത്തിയതിനു ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് രണ്ട് സൈഡിലായിട്ട് ഈ ഇതിന്റെ അകത്ത് കണ്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലെ കടന്നു പോയി കാണാം. ഇപ്പോൾ സൈഡിൽ ഇതുപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനം നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് നമ്മളുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മളുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഈ കാണുന്ന സ്ഥലത്ത്, അതായത് അവിടെ വന്നിട്ട് ആദ്യം പതാക ഉയർത്തും, നമ്മുടെ ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം ജനങ്ങളെ, നാടിനെയും ജനങ്ങളെയൊക്കെ ആയിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അവിടെ കൂടി അപ്പോൾ ഇവിടെ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാവും. ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് വലിയ ക്രൗഡ് ജനക്കൂട്ടമായിരിക്കും. അതായത് VIP-കളായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ ഫ്രണ്ട് സ്ഥലത്ത് നിൽക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തുള്ള ഞാൻ മുമ്പ് പറഞ്ഞ അതെന്ന് പറയുന്നത്, ആ ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ടില്ല, പക്ഷെ അതിനുവേണ്ടി തന്നെയാണ് രണ്ട് ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സുരക്ഷയുടെ ഭാഗമായിട്ട് അത് ഗേറ്റൊക്കെ കെട്ടി, ഇത് മതിലും ഒക്കെ കെട്ടി അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും ജനങ്ങളൊക്കെ ഇരിക്കുക. ഇവിടെയാണ് VIP-കളായിട്ടുള്ള ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിന് അന്ന് ആദ്യമേ വന്ന് പതാക ഉയർത്തിയതിനു ശേഷം, ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ജനങ്ങളോടും രാജ്യത്തോടുമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അത് നമ്മുടെ എല്ലാ വർഷവുമുള്ള ഒരു പതിവാണ്. നമ്മളുടെ ഈ റെഡ് ഫോർട്ടിന്റെ ഒരു ബാക്ക് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏതാണ്ട് ഒരു പുറകുവശം എന്ന് പറയാം. ആ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ റോഡ് ഫുള്ള് നമുക്ക് ഈവനിങ് ആകുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ മുഴുവൻ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്, റോഡിന്റെ സൈഡിൽ ഈ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏതാ ഈ പറഞ്ഞ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ പറഞ്ഞ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. എപ്പോഴും വരുന്നത് ഈവനിങ് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇപ്പം ഞാൻ വന്നിരിക്കുന്ന നാട്ടിലെ നല്ല തണുപ്പുണ്ട്. അതായത് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലില്ല, സുഖമായിട്ട് കണ്ടുപോകാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വരുമ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്.
അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ ഇതുപോലെ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോട്ടയ്ക്കുള്ളിലൂടെ ആദ്യം ഒരു ഇതിലൂടെ കയറി വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന ആൾക്കാർക്കൊക്കെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്പേസും കൂടെ ഒക്കെയാണ്. കണ്ടില്ലേ, ഒരുപാട് സ്ഥലം ഉണ്ട്, ഏക്കർ കണക്കിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു പാർക്കിന് തുല്യമായിട്ടൊരു പ്ലേസാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിലെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കോട്ടകളായിട്ടൊക്കെയാണ് അകത്തേക്ക്. അപ്പോൾ സംഭവം ഏതായാലും നല്ല അട്രാക്ഷനാണ്, നല്ല രസമാണ്. ഏതായാലും വന്ന് കണ്ടത് മുതൽ നമുക്ക് നഷ്ടമായില്ല, മുതലായി. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ, റെഡ് ഫോർട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ്, റിക്ഷ പിടിച്ചാണ് വന്നത്. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ റിക്ഷ, അതായത് ചെറിയ സൈക്കിൾ പോലിരിക്കുന്ന സംഭവം, അതേ പിടിച്ചാണ് വന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർ വഞ്ചിതരാകരുത്. അതുകൊണ്ടാണ് വരുമ്പോൾ ഈ ഓട്ടോക്കാരായിക്കോട്ടെ ടാക്സിക്കാരായിക്കോട്ടെ അവർ റേറ്റ് കൂട്ടിയേ പറയുള്ളൂ കേട്ടോ. അതായത് റേറ്റ് കൂട്ടി അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വേണം അത് കുറയ്ക്കാനായിട്ട്. അതായത് ആദ്യം ഞങ്ങളോട് പറഞ്ഞ് 750 രൂപയൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങളത് സംസാരിച്ച് 500 രൂപയാക്കി. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പ്രദേശത്ത് വന്ന് ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഈ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി പിടിക്കുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫസ്റ്റിലെ ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ കയറാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ നമ്മൾ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്